നിയുക്ത മുഖ്യമന്ത്രി സതീശന്റെ ആസനത്തിൽ ആദ്യ വെടിപൊട്ടിച്ച് സ്വന്തം പാളയത്തിലുള്ളവർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, ഗോൾവാൾക്കറുടെ അനുയായികളായിട്ടുള്ള മഹിളാ മോർച്ചക്കാർ ഇന്നിപ്പോ എവിടെ ഞങ്ങളുടെ സൗജന്യ യാത്ര എന്ന രീതിയിൽ ബസ്സിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വേണമല്ലോ, ഇന്നലകളിൽ CPM-നെ തകർക്കാൻ സംഘപരിവാറിന്റെ തോളിൽ കൈയിട്ട് അവരെയും കൂടി ഒരു സൈഡിൽ നിർത്തി അവർക്ക് ഈ ട്രെൻഡിനിടയിലും താമര വിരിയിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത സതീശന് ആദ്യ വെടി അവർ തന്നെ പൊട്ടിക്കുന്നത് എന്തുകൊണ്ടും അന്തസ്സാണ്. സർക്കാർ പറഞ്ഞിട്ട് 15-ാം തീയതി ദിവസം മുതലാണ് പ്രാബല്യത്തിൽ വരിക പറഞ്ഞിട്ട്. ഡേറ്റ് പറഞ്ഞല്ലേ, 15 മുതൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞതാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുള്ളത്. അധികാരത്തിൽ കയറണം ഞങ്ങൾ നോക്കണ്ട. 4-ാം തീയതി വാതി കഴിഞ്ഞിട്ട് അവിടെ അധികാരത്തിൽ കയറണം ഞങ്ങൾ നോക്കണ്ട. 15-ാം തീയതി ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ അവകാശം ചോദിച്ചിട്ടാണ്. അതെ, എവിടെ സൗജന്യ യാത്ര? അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന മോഹന വാഗ്ദാനമാണ് സതീശൻ നൽകിയത്. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മോഹന വാഗ്ദാനം കൂടി ഒന്ന് കേൾക്കൂ. വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഒരാൾ ടിക്കറ്റ് എടുക്കണ്ട, ബസ്സിൽ കയറുക, ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക, തിരിച്ചു വരിക. എല്ലാവരും സ്കൂളിലാക്കാൻ പോണെങ്കിലും ഒക്കെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ബസ്സിൽ കയറുക, പോവുക, വരിക എന്നുള്ളതല്ലാതെ പിന്നെ സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയില്ല. UDF അതറിഞ്ഞായിരുന്നോ? അറിഞ്ഞോ? 15-ാം തീയതി മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഫ്രീ ആണ് യാത്ര. അറിഞ്ഞോ? സന്തോഷമായോ? കേട്ടായിരുന്നോ? അത് അതാണ് ടീച്ചർക്ക് എത്ര പൈസ സാറിന് കൊടുക്കേണ്ടത്? 364 പേർക്ക്. അപ്പോഴേ എല്ലാരോടും, ഞാനും വേണുഗോപാൽ സാർ ഇപ്പൊ ബസ്സിൽ കയറിയത് നമ്മുടെ UDF-ന്റെ പ്രചരണാർത്ഥമാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. വീടാന്തരം ചെന്നാണ് സ്ത്രീകളോട്, ഞാൻ അധികാരത്തിൽ വന്നാൽ അന്ന് മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്, ബസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടിക്കറ്റ് എടുക്കണ്ട. കേരളത്തിൽ KSRTC-യിൽ സതീശന്റെ ജെൻഡർ വിപ്ലവം കൊണ്ടുവരുന്ന ആ പദ്ധതി മെയ് 15 നടപ്പാക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഇന്നിപ്പോ 15 നടന്നില്ല. പ്രഖ്യാപനങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്, ഡേറ്റുകൾ പലതും വരുമല്ലോ. നിങ്ങൾ വയനാട് കല്ലിട്ടതുമായി ബന്ധപ്പെട്ട് എത്ര ഡേറ്റ് കേട്ടതാണ്. ഏത്? പിരിച്ചെടുത്ത പണത്തിൽ നിന്ന്. ആ പണം പിരിച്ചെടുത്ത് പുട്ടടിച്ചതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു വിഹിതം കൊടുത്തിട്ടുള്ളതിനാൽ അവർക്ക് പിന്നീട് ചോദ്യമില്ല. പിന്നെയും അടുത്ത വിടുവായത്തം സതീശൻ അടിക്കുമ്പോൾ അത് തന്നെ എടുത്ത് സംഭവ ബഹുലമായി അവർ അവതരിപ്പിക്കും. പക്ഷേ ഇതിപ്പോ പലർക്കും ലോട്ടറി അടിക്കുന്ന അവസ്ഥയാണ്. സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം പൈസ ചെലവാകാതിരിക്കാൻ ഏതൊക്കെ വഴി ഉണ്ടാകുമെന്ന് അവർ തന്നെ ആലോചിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സതീശന്റെ സൗജന്യ യാത്രാ പ്രഖ്യാപനം. KSRTC-യിൽ പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ സതീശൻ ജനങ്ങൾക്ക് മുന്നിൽ കാട്ടിയ ആ ബമ്പർ സമ്മാനം ചോദിച്ചുകൊണ്ട് രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഉടനടി അത് നടപ്പാക്കിയേ മതിയാവുള്ളൂ. പണ്ടത്തെ പോലെ ഡയലോഗ് അടിച്ച് സതീശൻ മുങ്ങാമെന്ന് കരുതണ്ട. എവിടെ സൗജന്യ യാത്ര എന്ന് മഹിളാ മോർച്ചക്കാരല്ല, ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളും ഇറങ്ങി നിന്നത് ചോദിക്കണം. കാര്യം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. തരുമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ പിടിച്ചു വാങ്ങണം. അതുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം സൗജന്യ ബസ് യാത്ര കിട്ടിയേ മതിയാകുള്ളൂ എന്ന രീതിയിൽ മുറവിളി ഉയർത്തേണ്ട സമയം തന്നെയാണ്. പാഴ്വാക്കുകൾ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാര കസേരയിൽ കയറി അമർന്നിരിക്കാമെന്ന് ഇനി കരുതരുത്. ഇത്തരം പറ്റിപ്പുകൾ പണ്ട് കാലം തൊട്ടേ നടപ്പാക്കുന്നതാണ്. അതുപോലെ ഇതും വെറും വാക്കടിച്ചിട്ട് പോകാമെന്നുള്ള മുഖ്യമന്ത്രി സതീശന്റെ ആ മാനസികാവസ്ഥയെ തിരുത്താൻ കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം ഒരുമ്പിട്ടിറങ്ങണം, പിടിച്ചു വാങ്ങണം. ഒരു കാരണവശാലും ഇത് വൈകിക്കാൻ പാടില്ല തന്നെ.